UDF സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ് മേഖലയെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടതായി ബസ് ഉടമകൾ. ഭൂരിഭാഗം പ്രധാന റൂട്ടുകളിലും KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നതിനാൽ സൗജന്യ യാത്രക്കാരുടെ ആനുകൂല്യം ലഭിക്കുന്ന വനിതാ സ്ത്രീകൾ കൂടുതലായും സർക്കാർ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ദിവസേന ലഭിക്കുന്ന വരുമാനം സർവീസ് നടത്താനുള്ള ചെലവുകൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം നൽകാൻ പോലും സ്വന്തം കയ്യിൽ നിന്ന് പണം കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ നഷ്ടം സഹിച്ച് സർവീസ് തുടരാൻ കഴിയാത്തതിനാൽ ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ബസ് ഉടമകൾ നൽകുന്നു. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിലെ ഗ്രാമീണ റൂട്ടുകളിലാണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. നേരത്തെ തന്നെ പരിമിതമായ യാത്രക്കാരെ ആശ്രയിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ റൂട്ടുകളിൽ സ്ത്രീകൾ സർക്കാർ ബസ്സുകളിലേക്ക് മാറിയതോടെ സ്വകാര്യ ബസ്സുകളിലെ വരുമാനം വലിയ തോതിൽ ഇടിഞ്ഞെന്നാണ് ഉടമകളുടെ വാദം. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉയർന്ന വരുമാനമുള്ളവരും സൗജന്യ യാത്രാ പദ്ധതിയുടെ ആനുകൂല്യം ഉപയോഗിക്കുന്നുണ്ടെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായമെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചതെങ്കിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന വിഭാഗങ്ങളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം പദ്ധതിയെ എതിർക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. സർക്കാർ KSRTCയിൽ നടപ്പിലാക്കിയ സീറോ ടിക്കറ്റ് പദ്ധതിയിൽ സ്വകാര്യ ബസ്സുകളെയും ഉൾപ്പെടുത്തണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. ഓരോ കിലോമീറ്ററിനും കുറഞ്ഞത് 60 രൂപ സബ്സിഡി സർക്കാർ അനുവദിച്ചാൽ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ തയ്യാറാണെന്നും അവർ അറിയിച്ചു. കൂടാതെ KSRTC സർവീസ് നടത്താത്ത ഉൾഗ്രാമ മേഖലകളിൽ സർക്കാർ പിന്തുണ ലഭിച്ചാൽ അവിടെയും സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ സന്നദ്ധരാണെന്നും പറയുന്നു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും അതിന്റെ ഫലമായി ഗ്രാമീണ മേഖലകളിൽ യാത്രാ ബുദ്ധിമുട്ട് രൂക്ഷമാകുമെന്നും ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിൽ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയുടെ സാമൂഹിക നേട്ടങ്ങളും സ്വകാര്യ ബസ് മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഒരുപോലെ പരിഗണിച്ച് സർക്കാർ പ്രായോഗിക പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.